എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എംപ്ലോയീസിൻ്റെ സാലറി ഷീറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ മുന്നിൽ ഒരു ഡേറ്റാബേസ് ഫയലുണ്ട്. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു 5 എംപ്ലോയീസിൻ്റെ പേരാണ് ഞാൻ ടൈപ്പ് അടിച്ച് വെച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ ഗൾഫ് കൺട്രിയിലൊക്കെ ആണെങ്കിൽ ഒരു കമ്പനിയിൽ തന്നെ 600-1000 സ്റ്റാഫൊക്കെ ജോലി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ എങ്ങനെയാണ് സാലറി ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം ഇതൊരു ഡേറ്റാബേസ് ഫയലാണ്. ഡേറ്റാബേസ് എക്സലിലെ ഒരു ഡേറ്റാബേസ് ഫയലാണ്. ഇതിനകത്ത് എംപ്ലോയി സാലറി ഷീറ്റ് ഞാൻ ടൈപ്പ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്, ഒരു സാലറി ഷീറ്റ്, എംപ്ലോയിയുടെ സാലറി ഷീറ്റ് എന്ന് പറയുന്നത് എംപ്ലോയിയുടെ ID ഉണ്ടാവും. എപ്പോഴും എംപ്ലോയീസിന് ഒരു ID ഉണ്ടാവും. പിന്നെ പേരുണ്ടാവും, ഡിസിഗ്നേഷന്, അവരേത് പോസ്റ്റിലാണ് ജോലി ചെയ്യുന്നത്, അവർക്ക് കിട്ടുന്ന ബേസിക് സാലറി എത്ര ഉണ്ട്, അപ്പോൾ എത്ര ദിവസം അവർ ആബ്സെൻ്റ് ആയിട്ടുണ്ട്, അപ്പോൾ അവർക്ക് എത്ര പേയബിൾ, എത്ര സാലറിയാണ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഓവർ ടൈം, ഈ ഓവർ ടൈം എന്ന് പറയുന്നത് ഓവർ ടൈം 1 ഞാൻ ഇട്ടിട്ടുണ്ട്, ഓവർ ടൈം 2 ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓവർ ടൈം 1 എന്ന് ഉദ്ദേശിക്കുന്നത് നോർമൽ ഡേയിൽ നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് ഓവർ ടൈം 1, നമ്മൾ ഫ്രൈഡേ ദിവസം, സൺഡേ ഫ്രൈഡേയിലൊക്കെ ഹോളിഡേ ഉള്ള ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത് ഓവർ ടൈം 2 ആണ്. പക്ഷേ ഇതിനൊരു വ്യത്യാസമുണ്ട്. 1 ജോലി ചെയ്യുന്നവർക്ക് 1.25 റേറ്റാണ് തരുന്നത്. അതേസമയം നമ്മൾ ഹോളിഡേ ഡേയിൽ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 1.5 ആണ്. ഇപ്പോൾ പറഞ്ഞാൽ 1.25, 1.5 എന്നൊക്കെ പറയും. അപ്പോൾ ഹോളിഡേ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എത്ര കിട്ടും? 1.5 ആണ് കിട്ടുന്നത്. നോർമൽ ഡേയിൽ ഓവർ ടൈം ചെയ്യുവാണെങ്കിൽ 1.25 കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ എമൗണ്ടൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ അലവൻസ് ഉണ്ടാവും. കമ്പനിയിലൊക്കെ കുറേ ഗൾഫ് നാടുകളിലൊക്കെ ആണെങ്കിൽ അലവൻസ് കുറേ, ഹൗസ് റെൻ്റ് അലവൻസ് കൊടുക്കും. എല്ലാ സ്റ്റാഫിനും ഹൗസ് റെൻ്റ് അലവൻസ് ഉണ്ടാവും. പിന്നെ ട്രാവലിംഗ് അലവൻസ്, ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാവലിംഗ് അലവൻസ് ഉണ്ടാവും. ഇനിയുണ്ട് മെഡിക്കൽ അലവൻസ് ഉണ്ട്. പിന്നെ എന്താണ് മെഡിക്കല്, പിന്നെ ഫുഡ് അലവൻസ്, അങ്ങനെ കുറേ അലവൻസ് ഉണ്ടാവും. പിന്നെ എത്ര സാലറി ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ ഡിഡക്ഷൻ ഉണ്ടാവും, കുറേ ലോണ്, ടാക്സ്, എന്താണ് LIC, അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞ കുറേ ഡിഡക്ഷൻ ഉണ്ടാവും. ഇതെല്ലാം കഴിച്ചിട്ട് അവർക്ക് എത്ര സാലറിയാണ് ആ മന്തിൽ കിട്ടുന്നതെന്ന് നമ്മൾ ഈ കാൽക്കുലേഷനൊക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കണം. അപ്പം ഒരു 1000 സ്റ്റാഫൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഓവർ ടൈം കണ്ടുപിടിക്കണം. അവരുടെ ആബ്സെൻറ്റേഴ്സ്, അറ്റൻഡൻസ് രജിസ്റ്റർ നമ്മൾ ഉണ്ടാക്കണം, കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ് ഓവർ ടൈം നോർമൽ ഡേയിലുള്ള ഓവർ ടൈം ആണോ, പിന്നെ ഫ്രൈഡേയിൽ ഉള്ള ദിവസം ഓവർ ടൈം ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ എത്ര അലവൻസ് കിട്ടുന്നുണ്ട്, എത്ര ഡിഡക്ഷനാണ് കട്ട് ചെയ്യുന്നത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മളിവിടെ നെറ്റ് സാലറി കണ്ടുപിടിക്കാൻ. അപ്പോൾ അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ഒരു മന്ത് എൻഡ് ആകുമ്പോഴത്തേന് ഇതെല്ലാം റെഡിയായിട്ട് ഇരിക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് എംപ്ലോയിയുടെ ID 101 എന്നാണ്. ഈ എംപ്ലോയിയുടെ ID പങ്കജ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇവിടെ നമ്മൾ ജോലി ചെയ്യുന്നത്. പങ്കജ് ഇവർ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഞാൻ ഇച്ചിരി ഒന്ന് വലുതാക്കിയിട്ട് ഇവർ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. ബേസിക് സാലറി എത്രയാണ്? 80,000 ആണ്. പക്ഷേ 2 ദിവസമാണ് ഇവർ ആബ്സെൻ്റ് ആയത്. 2 ഡേയ്സ് ആണ്. അപ്പോൾ 28 ഡേയ്സേ ജോലി ചെയ്തിട്ടുള്ളൂ. 2 ഡേയ്സ് ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഇവർക്ക് എത്ര പേയബിൾ കിട്ടുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ബേസിക് പേയബിൾ എന്ന് പറയുന്നത് ബേസിക് സാലറി ഡിവൈഡ് ബൈ 30. അപ്പോൾ ഒരു ദിവസത്തെ സാലറി കിട്ടും ഇൻറ്റു എത്ര? 30 മൈനസ് ആബ്സെൻ്റ് ഡേയ്സ്. അപ്പോൾ 30 ഡേയ്സ് വെച്ചാണ് സാലറി ഷീറ്റൊക്കെ കണക്കാക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? മൈനസ് ആബ്സെൻ്റ് ഡേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏതൊരു ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മളൊരു ഈക്വൽ സൈൻ കൊടുക്കണം. എന്നിട്ട് ബേസിക് സാലറി എന്ന് പറയുന്നത് ഇതാണ്. ബേസിക് അതിൻ്റെ മുകളിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. D5 ബേസിക് സാലറി ഡിവൈഡ് ബൈ 30 ആകുമ്പോൾ ഡിവൈഡ് ബൈ 30 ഇൻറ്റു ഡിവൈഡ് ബൈ 30 ഇൻറ്റു അടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ 30 മൈനസ് ആബ്സെൻ്റ് 30 ഇട്ടിട്ട് ബ്രാക്കറ്റ് ഇടണം. ബ്രാക്കറ്റിൽ 30, അതായത് സ്ക്രോളിലൊക്കെ ഓണായി കിടക്കും. അപ്പം 30 മൈനസ് അതൊട്ട് കാണിച്ചു തരാം. ഈസ് ഈക്വൽ ടു ബേസിക് സാലറി
ഡിവൈഡഡ് ബൈ 30 ഇപ്പോൾ ആയല്ലോ ഇൻറ്റു ഏതാണ് 30 മൈനസ് ഇൻറ്റു ഇട്ടിട്ട് ബ്രാക്കറ്റ് ഉള്ളിൽ ഇടണം 30 മൈനസ് എത്രയാണ് ആബ്സെൻ്റ് ഡേ 2 എന്ന് അടിച്ചു കൊടുക്കുക 2 അടിച്ചു കൊടുക്കരുത് ഈ സെൽ നമ്പർ കാണിച്ചു കൊടുക്കുക എന്നിട്ട് ബ്രാക്കറ്റ് ഓൺ ആക്കിയിട്ട് എൻ്റർ അടിക്കുക അപ്പോൾ എന്ത് ഇക്വേഷൻ വന്നു ബേസിക് സാലറി എന്ന് വെച്ചാൽ D5 ഡിവൈഡ് ബൈ 30 ആകുമ്പോൾ ഒരു ദിവസത്തെ സാലറി കിട്ടി ബ്രാക്കറ്റിനകത്ത് ഉള്ളിൽ ഇടണം 30 മൈനസ് 2 എന്ന് അടിക്കുന്നതിന് പകരം നമ്മളിവിടെ E5 എന്ന് അടിച്ചിട്ട് ഒരു എൻ്റർ അടിക്കുക അപ്പോൾ ഇതാണ് അവരുടെ ബേസിക് പേയബിൾ മനസ്സിലായല്ലോ നമ്മൾ എന്നിട്ട് ഒന്ന് കണ്ടിട്ട് നമ്മളിങ്ങനെ ട്രാക്ക് ചെയ്യാം അപ്പോൾ എല്ലാവരുടെ സാലറി ഒരു 1000 ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അത്രയും പേരുടെ ബേസിക് പേയബിളും ഇപ്പോൾ നമുക്ക് കണ്ടു മനസ്സിലായല്ലോ ഇത് ഇപ്പോൾ ഇക്വേഷൻ ബേസിക് സാലറി ഡിവൈഡ് ബൈ 30 ആകുമ്പോൾ ഒരു ദിവസത്തെ സാലറി കിട്ടി ഇൻറ്റു എത്ര 30 മൈനസ് 2 ആകുമ്പോൾ 28 ഡേയ്സിൻ്റെ സാലറി കിട്ടി ഇനി ഇത് കണ്ട് ഓവർ ടൈം 1 നോർമൽ ഡേയിൽ ഓവർ ടൈം 45 ഈ പങ്കജ് ചെയ്തിട്ടുണ്ട് ഇത് ഓവർ ടൈം 2 എന്ന് വെച്ചാൽ ഫ്രൈഡേയിലും 43 അവേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്ര ഓവർ ടൈം ഇവിടെ കിട്ടുന്നുണ്ടെന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മളിവിടെ വന്നിട്ട് ഇവിടെ 1.25 ആണ് നോർമൽ ഡേയിൽ ഇതോ ഹോളിഡേ ഡേയിലുള്ളത് അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവച്ചിട്ട് ഒരു ഈക്വൽ സൈൻ പ്രസ് ചെയ്യുക ബേസിക് സാലറിയിൽ നിന്ന് എടുക്കാം ബേസിക് സാലറി ഡിവൈഡ് ബൈ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഡിവൈഡ് ബൈ 30 പിന്നെ ഡിവൈഡ് ബൈ 8 ഡിവൈഡ് ബൈ 8 ഇട്ടു ഇൻറ്റു എന്താണ് OT അവേഴ്സ് 1 ഈ 45 ഇൻറ്റു എത്രയാണ് 1.25 എന്നടിച്ചു കൊടുക്കുക മനസ്സിലായല്ലോ ബേസിക് സാലറി ഡിവൈഡ് ബൈ 30 ആകുമ്പോൾ ഒരു ദിവസത്തെ സാലറി കിട്ടി ഡിവൈഡ് ബൈ 8 ആകുമ്പോൾ ഒരു മണിക്കൂറത്തെ സാലറി കിട്ടി ഇൻറ്റു ഈ ഓവർ ടൈം 45 ഓവർ ടൈം അവേഴ്സ് അത് കഴിഞ്ഞിട്ട് എത്രയാണ് 1.25 വെച്ചിട്ടാണ് അവർക്ക് നോർമൽ ഡേയിൽ കൊടുക്കുന്നത് എന്നിട്ട് ഒരു എൻ്റർ അടിക്കുക അപ്പോൾ ഇത്രയാണ് അവർക്ക് ഓവർ ടൈം കിട്ടുന്നത് ഒന്ന് കണ്ടിട്ട് ബാക്കിയെല്ലാം നമുക്കിങ്ങനെ ട്രാക്ക് ചെയ്തു അപ്പോൾ OT1 കിട്ടി ഇനി അടുത്ത OT2 എന്ന് പറയുന്നത് എന്താണ് ഈക്വൽ ടു ബേസിക് സാലറി ഡിവൈഡ് ബൈ 30 ആകുമ്പോൾ ഒരു ദിവസത്തെ സാലറി ഡിവൈഡ് ബൈ 8 ആകുമ്പോൾ ഒരു മണിക്കൂറത്തെ സാലറി ഇൻറ്റു 43 ഈ 43 ഉണ്ടല്ലോ OT2 അപ്പോൾ 43 ഇൻറ്റു എത്രയാണ് 1.50 എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് എൻ്റർ അടിച്ചു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ പ്രസ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്തു റാഗ് ചെയ്തു ഇങ്ങനെ നമുക്ക് OT1 കണ്ടു OT2 നമ്മൾ കണ്ടു ഇനിയുണ്ട് അലവൻസ് എന്ന് വെച്ചാൽ ഹൗസ് റെൻ്റ് അലവൻസ് ഉണ്ട് ട്രാവലിംഗ് അലവൻസ് ഉണ്ട് അപ്പോൾ ഈ ഹൗസ് റെൻ്റ് അലവൻസ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഹൗസ് റെൻ്റ് അലവൻസ് അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് എങ്ങനെയാണ് ഈ ഹൗസ് റെൻ്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ 20% ഓഫ് ബേസിക് സാലറി എന്നാണ് പറയുന്നത് അപ്പം ഈ ബേസിക് സാലറിയുടെ 20% ആയിരിക്കും ഹൗസ് റെൻ്റ് അലവൻസ് അപ്പോൾ എന്താ ഈ സാലറിയെ ബേസ് ചെയ്താണ് നമുക്ക് ഹൗസ് റെൻ്റ് അലവൻസ് കൊടുക്കുന്നത് കാരണം ഒരു മാനേജേഴ്സിനൊക്കെ ആണെങ്കിൽ കൂടുതൽ വരും ഹൗസ് റെൻ്റ് അലവൻസ് ലേബേഴ്സ് അങ്ങനെയൊക്കെയുള്ളവർക്കാണെങ്കിൽ കുറച്ച് വരും അപ്പോൾ എന്ത് ചെയ്യണം ഈക്വൽ ടു 20% ഓഫ് ബേസിക് സാലറി എന്നാണ് പറയുന്നത് അപ്പോൾ ഈക്വൽ ടു ഇടുക ഈ ബേസിക് സാലറി ഉണ്ടല്ലോ ഈ ബേസിക് സാലറി ഇൻറ്റു 20 ഡിവൈഡ് ബൈ 100 ഇത്രയേ ഉള്ളൂ ഇക്വേഷന് എൻ്റർ അടിച്ചു എന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്തു ട്രാക്ക് ചെയ്തു ഓട്ടോമാറ്റിക്കായിട്ട് അവരെല്ലാവരുടെയും ഹൗസ് റെൻ്റ് അലവൻസ് കിട്ടി ഇനി TA എന്ന് പറയുന്നത് എത്രയാണ് 5% ആണ് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഈക്വൽ ടു ബേസിക് സാലറി ഇൻറ്റു 5 ഡിവൈഡ് ബൈ 100 അപ്പോൾ ട്രാവലിംഗ് അലവൻസ് അവർക്ക് കിട്ടി അപ്പോൾ ഇത്രയാണ് അവർക്ക് ട്രാവലിംഗ് അലവൻസ് കിട്ടുന്നത് ഇത്ര മനസ്സിലായല്ലോ ഇനി അടുത്ത എന്താണ് നമുക്ക് കാണേണ്ടത് ഗ്രോസ് സാലറി ഇവിടെ കണ്ടില്ലേ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് എന്താണ് ബേസിക് പേയബിൾ പ്ലസ് OT എമൗണ്ട് 1 പ്ലസ് OT എമൗണ്ട് 2 പ്ലസ് എല്ലാ അലവൻസും കൂടെ കൂട്ടുന്നതായിരിക്കും എന്താണ് ഗ്രോസ് സാലറി അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഈക്വൽ ടു ഈ പേയബിൾ ബേസിക് സാലറി എടുക്കരുത് ഈ പേയബിൾ പ്ലസ് OT എമൗണ്ട് 1 പ്ലസ് OT എമൗണ്ട് 2 പ്ലസ് HR പ്ലസ് TA ആയിരിക്കും ഇത്രയും കൂടെ കൂട്ടുന്നതായിരിക്കും അവിടെ എന്ത് കിട്ടുന്നത് ഗ്രോസ് സാലറി ഇത്രയാണ് അവരുടെ സാലറി അവർക്ക് കിട്ടുന്നത് ഉണ്ട് അപ്പം നമുക്കിങ്ങനെ കിട്ടി അപ്പോൾ ഇതിനാണ് ഗ്രോസ് സാലറി മനസ്സിലായല്ലോ ഇനി ഡിഡക്ഷൻ ഉണ്ട് ഡിഡക്ഷൻ എന്ന് വെച്ചാൽ ലോണ്
പിന്നെ ടാക്സ് ഉണ്ട്, അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്, LICന്ന് കട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം ഡിഡക്ഷനാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ ഗ്രോസ് സാലറി മൈനസ് ലോണ് മൈനസ് ടാക്സ് മൈനസ് അഡ്വാൻസ് മൈനസ് LIC. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടുവച്ചിട്ട് = ഈ ഗ്രോസ് സാലറി മൈനസ് ലോൺ മൈനസ് ടാക്സ് മൈനസ് അഡ്വാൻസ് മൈനസ് LIC. ഇതെല്ലാം കൂടെ ഈ ഗ്രോസ് സാലറിയിൽ നിന്നാണ് ഇതെല്ലാം മൈനസ് ചെയ്യുമ്പോൾ എൻ്റർ അടിക്കുമ്പോൾ എന്ത് ചെയ്തു? നമ്മൾക്കിതിൻ്റെ നെറ്റ് സാലറി. ഇപ്പോൾ ഇത്രയാണ് അവർക്ക് സാലറി കിട്ടുന്നത്. അപ്പം കട്ടിങ്ങും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഇത്രയായിരുന്നു അവരുടെ ബേസിക് സാലറി. പക്ഷേ അവർക്ക് ഒരുപാട് ഹൗസ് റെൻ്റ് അലവൻസ് കിട്ടുന്നുണ്ട്, TA കിട്ടുന്നുണ്ട്, പിന്നെ ലോണ്, പിന്നെ കട്ടിങ് കുറച്ചേ ഉള്ളൂ, പക്ഷേ കിട്ടുന്നത് കൂടുതലാണ്. ഓവർ ടൈമൊക്കെ കുറേ കൂടുതൽ ഓവർ ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് കണ്ടോ, എല്ലാം ഡിസിമലായിട്ട് ഇങ്ങനെ ഈ ഡിസിമൽ കറക്റ്റായിട്ടല്ല കിടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഡിക്രീസ് ഡിസിമൽ എടുത്ത് എല്ലാം റൗണ്ട് ഫിഗർ ആക്കുക. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. എല്ലാം റൗണ്ട് ഫിഗർ ആക്കണമെങ്കിൽ ഈ ഡിക്രീസ് ഡിസിമൽ എന്നുള്ളിടത്ത് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് റൗണ്ട് ഫിഗർ ആക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള എമൗണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു സാലറി ഷീറ്റ് റെഡിയാക്കുന്നത്. കണ്ടോ? അപ്പോൾ എന്താണ് ഈ സാലറി ഷീറ്റിൽ ആദ്യം എംപ്ലോയിയുടെ നെയിം ഉണ്ടാവും, ഡിസിഗ്നേഷൻ ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ടൊന്നുകൂടെ പറയുകയാണ്, ഇത് എംപ്ലോയി സാലറി ഷീറ്റാണ്. ഇത് എല്ലാ എംപ്ലോയി സാലറി ഷീറ്റിനും എന്തുണ്ടാവും? ഒരു കോഡ് മസ്റ്റാണ്. ഈ കോഡ് എംപ്ലോയിയുടെ കോഡ് ഉണ്ടാവും, പിന്നെ നെയിം ഉണ്ടാവും, ഡിസിഗ്നേഷൻ ഉണ്ട്, പിന്നെ ബേസിക് സാലറി കിട്ടുന്നത് എത്ര ദിവസം ആബ്സെൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യം നമ്മളവിടെ അറ്റൻഡൻസിൻ്റെ രജിസ്റ്റർ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കീപ്പ് ചെയ്തിട്ട് ഇവിടെ എഴുതി വെക്കണം. ബേസിക് സാലറി ആബ്സെൻറ്റ് 2 days, അവരുടെ ആബ്സെൻറ്റ് ഡേയ്സ് എല്ലാം ഇവിടെ എഴുതി വെക്കുക. എന്നിട്ട് പേയബിൾ കണ്ടുപിടിക്കണം. പേയബിൾ എന്ന് പറയുന്നത് ബേസിക് സാലറി / 30 ഇൻറ്റു എത്ര ദിവസമാണ്. അപ്പോൾ 30 days ആണെങ്കിൽ × 30 ഇടാം. ആബ്സെൻറ്റ് ഡേയ്സ് മാത്രമാണ് എന്നുള്ളതെങ്കിൽ 30 മൈനസ് ആബ്സെൻറ്റ് ഡേ ഇട്ടു. എന്നിട്ട് OT1 എന്ന് പറയുന്നത് ഈ OT1ഉം ഇത് രണ്ടും അവേഴ്സാണ്. OT അവേഴ്സാണ് ഇത് OTയുടെ എമൗണ്ടാണ്. വേണമെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ എമൗണ്ടൊന്നും കൂടെ ഞാൻ എഴുതി കാണിച്ചു തരാം. ഇതൊരു എമൗണ്ടാണ്. അപ്പോൾ OT എമൗണ്ട്. അപ്പോൾ എത്ര കിട്ടും OT എമൗണ്ട് എന്ന് പറയുന്നത്? ഈ ബേസിക് സാലറി OT എമൗണ്ട് / 30. അപ്പോൾ ഒരു ദിവസത്തെ സാലറി കിട്ടും. / 8 ആകുമ്പോൾ ഒരു മണിക്കൂറത്തെ സാലറി ഇൻറ്റു എത്ര മണിക്കൂറാണ്? 45 hours ഇൻറ്റു എത്രയാണ്? 1.25. 1.25 വെച്ചിട്ടാണ് നമ്മൾ ഈ OT1 നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി OT2 എന്ന് പറയുന്നത് ഏതാണ്? അത് നിങ്ങൾക്ക് ഡൗട്ടാണെങ്കിൽ ഞാനിവിടെ ഒന്ന് ടൈപ്പ് അടിച്ചു തരാം. കണ്ടോ? OT2 എമൗണ്ട് പറയുമ്പോൾ ഈ എമൗണ്ട് എങ്ങനെ ഇക്വേഷൻ വന്നു? OT2 എമൗണ്ട് എന്ന് പറഞ്ഞത് ഈ ബേസിക് സാലറി കണ്ടോ, ബേസിക് സാലറി / 30 ആകുമ്പോൾ ഒരു ദിവസത്തെ സാലറി / 8 ആകുമ്പോൾ ഒരു മണിക്കൂറത്തെ സാലറി ഇൻറ്റു OT2. ഇത് OT2ൻ്റെ അവേഴ്സ്, പിന്നെ ഇൻറ്റു 1.5. അപ്പോൾ ഇതാണ് OT2. പിന്നെ ഇതെല്ലാം അലവൻസാണ്. HRA എന്ന് പറയുന്നത് എത്രയാണ്? 20%. അപ്പം ബേസിക് സാലറി ഇൻറ്റു 20 / 100 വരും. ഇത് ബേസിക് സാലറി ഇൻറ്റു 5 / 100 ആണ് TA എന്ന് പറയുന്നത്. പിന്നെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് എന്തൊക്കെ കൂട്ടുമ്പോഴാണ് ഈ ഗ്രോസ് സാലറി വരുന്നത്? ബേസിക് പേയബിൾ പ്ലസ് OT എമൗണ്ട് 1 പ്ലസ് OT എമൗണ്ട് 2 പ്ലസ് എല്ലാ അലവൻസും കൂട്ടുന്നതായിരിക്കും നമ്മുടെ ഈ ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. പിന്നെ ഡിഡക്ഷൻ ഉണ്ട്. ഇത് ഓൾറെഡി ഡിഡക്ഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. നെറ്റ് സാലറി എന്ന് പറയുന്നത് ഗ്രോസ് സാലറി മൈനസ് ഡിഡക്ഷൻ. കണ്ടോ? ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെറ്റ് സാലറി എന്ന് പറയുന്നത് ഗ്രോസ് സാലറി കിട്ടുന്ന എല്ലാ സാലറിയിൽ നിന്ന് മൈനസ് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നെറ്റ് സാലറി കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു സാലറി ഷീറ്റ് തയ്യാറാക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഞാനിത് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുകയാണിപ്പം. അപ്പം ഇതിൻ്റെ ഒരു സാലറി സ്ലിപ്പ് കൂടെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. തന്നെ ഇവിടെ സാലറി സ്ലിപ്പ് കണ്ടില്ലേ? അപ്പം ഇത് കഴിഞ്ഞിട്ട് ഈ സാലറി ഷീറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത അടുത്ത ജോലിയാണ് സാലറിയുടെ ഈ സാലറി സ്ലിപ്പ്. നമ്മൾ ഈ സാലറി ഷീറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് എംപ്ലോയീസിന് കൊടുക്കുന്ന എന്തായിരിക്കും?
നമ്മുടെ സാലറിയുടെ സ്ലിപ്പ് കൊടുക്കും. ഈ സാലറിയുടെ സ്ലിപ്പ് എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇത് ഒരു സ്ലിപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഇവിടെ എംപ്ലോയിയുടെ ID 102, ഞാനിവിടെ വന്നിട്ട് 102 ആണ്. അപ്പോൾ 2 എന്ന് അടിച്ച് കഴിയുമ്പോൾ ഇവരുടെ എല്ലാ ഡീറ്റെയിലും വരും. ഇവിടെ 3 എന്ന് അടിച്ച് കഴിഞ്ഞാൽ അടുത്ത ഡീറ്റെയിൽ എല്ലാം ഇവിടെ വരും. ഇങ്ങനെ ഉണ്ടാക്കുന്നതിനാണ് സാലറി സ്ലിപ്പ്. ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മളൊരു സാലറി സ്ലിപ്പ് നമ്മൾ തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഓക്കെ, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.